ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് നല്ല അടിപൊളി ചിക്കൻ റെസിപ്പികളാട്ടോ കാണിക്കുന്നത്. നമുക്ക് പാർട്ടികളിലും കുട്ടികൾക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രണ്ട് അടിപൊളി ചിക്കൻ റെസിപ്പികളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ രണ്ട് റെസിപ്പിക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 കിലോ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. ചിക്കന് എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കന് കഴുകിയിട്ട് നല്ല വെള്ളം കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിക്കനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സ്വീറ്റ് സോയാ സോസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഏത് സോയാ സോസ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചിക്കന് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ചിക്കനിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. മൈദ എടുത്ത അതേ അളവ് തന്നെ 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ പൊടികളും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് നമുക്കൊരു ബാറ്റർ വേണ്ടത്. അതൊരു ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ബാറ്ററിലേക്ക് പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ബാറ്ററിൽ നമ്മളൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ടായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് ചിക്കന് പുറത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലായിട്ടത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നിച്ച് നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് തന്നെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കാരണം നമ്മളിതിൽ മുട്ടൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം വേഗം കരിഞ്ഞും പോവും, ഉൾഭാഗം കുക്കായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയെടുത്ത് കോരി മാറ്റാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ചെറിയ പീസ് ആയതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യമായിട്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഇതാ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ പോപ്കോണൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അത് പാനിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സോസും ഒരു മാഗി ക്യൂബൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മുളക് പൊടിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. ഒരു 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രഷ് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു കോൺഫ്ലവർ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ സോസൊക്കെ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സോസിലേക്ക് നമുക്ക് ഈ ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്, കാരണം കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അതാ ഒരു 2 മിനിറ്റ് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോസൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം, റെഡ് കളർ. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തേന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് തേന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തേനും ചേർത്ത് കൊടുത്തത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓറഞ്ച് ജ്യൂസും തേനും സോസുകളൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കന് ഞാൻ പകുതി ഭാഗം കേട്ടോ ഈ ഒരു സോസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
പകുതി ചിക്കന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പകുതി ചിക്കന് ഈ ഒരു സോസിലേക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കനൊക്കെ ഇതാ സോസിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഓറഞ്ച് ചിക്കൻ ഡൈനാമൈറ്റ് ആണ് കേട്ടത്. ഈ ഒരു ഓറഞ്ച് ഡൈനാമൈറ്റ് നമുക്ക് റൈസ്, ചപ്പാത്തി അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടറായിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി നമുക്ക് നോർമലായിട്ടുള്ള ചിക്കൻ ഡൈനാമൈറ്റും കൂടെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പകുതി ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സോസുകൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ ഞാൻ പിന്നെ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ സോസുകളിലൊക്കെ ഉപ്പ് വരുന്നതല്ലേ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനിൽ ഉപ്പുണ്ട്. ഇപ്പോൾ സോസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കന് ഈ ഒരു സോസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരണം കേട്ടോ. ഈ ഒരു സോസൊക്കെ നന്നായിട്ട് ഈ ഒരു ചിക്കനിൽ പിടിക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് നമ്മൾ നോർമലായിട്ടൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ രീതിയിലാട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ 2 ചിക്കൻ ഡൈനാമൈറ്റും 2 ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല സോസി ആയിട്ടുള്ള, നല്ലൊരു അടിപൊളി ചിക്കൻ ഡൈനാമൈറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ടുള്ള എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം.